നമുക്ക് നമ്മുടെ ക്യാരക്ടറിന് വേണ്ട കുറച്ച് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം. അതെന്തായാലും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അത് നല്ലൊരു സ്വഭാവമാണ്, ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യാന്ന് പറയുന്നത്. ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പണ്ട് പഠിക്കുന്ന ഇപ്പത്തെ കുട്ടികൾ അങ്ങനെ വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. പണ്ടൊക്കെയാണ് ടീച്ചർമാർക്ക് ഈ ഇരട്ടപ്പേരൊക്കെ ഇടുന്ന ടീംസ് ഒക്കെ ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ നല്ല സ്വഭാവം അല്ല അത്. നമ്മൾ ബെസ്റ്റ് ആവാനല്ല ആഗ്രഹിക്കുന്നത്. ബെസ്റ്റ് കുട്ടികൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അവര് നമുക്ക് എന്താണ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നവരാണ്. ഈക്വൽ നമ്മുടെ പാരന്റ്സിന് തുല്യമായിട്ടുള്ള ആളുകളാണ്. സോ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ടീച്ചർമാരെ, അധ്യാപകരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം നമ്മൾ ഏറ്റവും നമ്മുടെ ഒരു പ്രായത്തില് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അവരൊപ്പമാണ്. പാരന്റ്സിന്റെ ഒപ്പം നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ വീട്ടിൽ വെറുതെ ചെന്ന് കിടന്ന് ഉറങ്ങുന്ന ആ സമയം മാത്രം നമ്മൾ പാരന്റ്സിന്റെ ഒപ്പം ഉള്ളൂ. നമ്മുടെ ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് വെറും 2 മാസം നമുക്ക് വെക്കേഷൻ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള 10 മാസം നമ്മൾ ആരൊപ്പമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരൊപ്പമാണ്? അധ്യാപകരൊപ്പമാണ്. സോ അധ്യാപകരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അധ്യാപകരെ മാത്രമല്ല, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ശീലങ്ങളാണ്. അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല നമ്മളെക്കാളും കൂടുതൽ മാർക്ക് കിട്ടി, നല്ല ഹൈ ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആയി, ടോപ്പായി, അത് കണ്ടിട്ട് നമ്മൾ അയ്യോ അവൾക്ക് മാർക്ക് കൂടുതലാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണോ വേണ്ടത്? അല്ല. നമ്മൾ ആ കുട്ടീനെ എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺഗ്രാചുലേറ്റ് ചെയ്യുക, ആ കുട്ടിയുടെ സന്തോഷത്തിൽ പങ്കെടുക്കുക. ഒരിക്കലും നമ്മൾ എന്താ പറയാ, ഈ ഒരു ഭാഷയിൽ പറയാൻ കുശുമ്പ്, ജലസി ആയിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നമുക്ക് സക്സസ് കിട്ടുമ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കണം. ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് സക്സസ് ആവുമ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കണം. അത് നല്ലൊരു ശീലമാണ്. അതായത് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരൊപ്പം അവരെ റെസ്പെക്ട് ചെയ്യാണ്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അത് നല്ല ശീലമാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ബെസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നാളത്തെ ഒരു ദിവസം തൊട്ട് നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കണം. ഇപ്പോഴും നിങ്ങൾ ബെസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു ടിപ്പുകളൊക്കെ അതിൽ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടോ? ഞങ്ങൾക്ക് ജീവിതത്തിൽ ബെസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് ഒന്ന് പറയാം. ഇന്ററാക്ഷൻ സെഷൻ ആണ്, പറഞ്ഞോ. ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക്, വെരി ഗുഡ്. ഹാർഡ് വർക്ക് വേണം, എന്തായാലും ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല. സിൻസിയാരിറ്റി, അതായത് എന്താ പറയാ, ഒരു ആത്മാർത്ഥത കാണിക്കണം അതില്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ആത്മാർത്ഥത അതിലുണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ അങ്ങനെ തള്ളി കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു നെവർ മൈൻഡിൽ എടുത്തിട്ട് നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. സിൻസിയാരിറ്റി വേണം. പിന്നെ എന്താണ് വേണ്ടത്? നമുക്കൊരു ബെസ്റ്റ് ആവണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നല്ലൊരു പോസിറ്റീവ് സെൻസിറ്റിവിറ്റി. സത്യസന്ധത. ഓക്കെ, വെരി ഗുഡ്. സത്യസന്ധത ആയിരിക്കണം. ആദ്യം അത് പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ സത്യസന്ധത ആയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ടീച്ചേഴ്സിനോടാണെങ്കിലും പാരന്റ്സിനോടൊക്കെ ആണെങ്കിലും നമ്മൾ നല്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1000 നുണ പറയണേക്കാളും നല്ലതാണ് ആ സത്യം പറയുന്നത്. അല്ലെങ്കിൽ ആ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണയ്ക്ക് മേലെ നുണ അങ്ങനെ പറഞ്ഞു പോകേണ്ടി വരും. സോ സത്യസന്ധമായിട്ടിരിക്കും.